അതാണ് നോക്കൂ. അങ്ങനെ ഞങ്ങളുടെ കുറേ നാളത്തെ ആഗ്രഹത്തിന് ശേഷം ഞങ്ങൾ അങ്ങനെ ഒരു വണ്ടി വാങ്ങിച്ചു. ആ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം നമ്മൾ ചാനൽ തുടങ്ങും ഫസ്റ്റ് വീഡിയോ നമ്മൾ പറഞ്ഞ വണ്ടിയാണ്. ആ വണ്ടിയുടെ പേരാണ് ടാറ്റ സഫാരി. ഓ ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മൾ ടാറ്റ സഫാരി വാങ്ങിച്ചു. അതായത് കോട്ടയത്തുള്ളൊരു ചേട്ടന്മാരുടെ അടുത്ത് നമ്മൾ വണ്ടി മേടിച്ചു. ഞങ്ങൾ വണ്ടി പോയി കണ്ടൊന്നുമില്ല, പക്ഷെ ആ ചേട്ടന്മാർ പറഞ്ഞ പ്രകാരം ഞങ്ങൾ വണ്ടി മേടിച്ചു അല്ലേ ഗൈസ്. നോക്കൂ, ഓർ പോയി നോക്കിയിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരന് ഞാൻ അഡ്വാൻസ് ഇട്ട് കൊടുത്ത് പുള്ളി ആ വണ്ടി ഓടിച്ചുകൊണ്ട് നമ്മുടെ വീടിൻ്റെ ഇവിടെ വന്നു. അതായത് നമ്മളങ്ങനെ ഈ കാണുന്ന കറുത്ത കളറുള്ള എൻ്റെ കണ്ണിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ, അങ്ങനെ പറ്റത്തില്ല അല്ലേ. ഗൈസ് നോക്കൂ, കറുത്ത കളർ ടാറ്റ സഫാരി 2008 മോഡൽ 2.2 VTT ഡൈക്കോർ. ആ വണ്ടി നമ്മൾ മേടിച്ചു. ഇപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ആ കാണുന്ന വണ്ടിയുണ്ട്. അപ്പോൾ ഗൈസ് നോക്കൂ, കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഈ വണ്ടി. പിന്നെ ഈ വണ്ടി എടുത്ത് അതിൻ്റെ കൂടുതൽ നമുക്ക് എന്താ പറയുക, അതായത് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ ഒന്നും നോക്കാതെ കണ്ണും പൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് അയലോക്കംകാരനെടുത്ത വിറ്റാരയാണ്. ഹായ് ഗൈസ് നോക്കൂ, അതായത് ഈ കാണുന്നതാണ് നമ്മൾ മേടിച്ച വണ്ടി. ഓ ഗൈസ് നോക്കൂ, അതായത് കുറേ നാളത്തെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഈ കാണുന്ന വണ്ടി മേടിക്കണം എന്നുള്ള ഞങ്ങളുടെ ഓഫ് റോഡ് ചെയ്യുന്നതിന്റെ വികാരമാണ് അല്ലേ. അതായത് ഇതൊരു വലിയ വികാരമായിരുന്നു കേട്ടോ ഇത് ഇറങ്ങിയ സമയത്ത്. പക്ഷെ ഇതിനെന്താ സംഭവിച്ചതെന്ന് കറക്റ്റ് ഞാൻ പറയാം. കമ്പനി കറക്റ്റായിട്ടുള്ള ഇത് അതായത് എന്താ പറയുക കോച്ചിങ്, അതായത് അവരുടെ ഓരോ സർവീസ് സെൻ്ററിലും കൊടുത്തില്ല. അതാണ് ശരിക്കും ഈ വണ്ടി. ഈ വണ്ടി പിന്നെ കറക്റ്റായിട്ട് ഇവരുടെ കമ്പനി ചെന്നാലും പണിത് കിട്ടത്തില്ല കേട്ടോ. അങ്ങനെ ആ ഒരു ഇതിലാണ് ഈ വണ്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തകർന്നു പോകുന്നത്. 2008 ടൈമിൽ വേറെ വണ്ടികളിൽ കൂടുതൽ ഫീച്ചറായിട്ട് ഉള്ളൊരു ഇറങ്ങിയൊരു വണ്ടിയാണ് ഈ വണ്ടി എന്ന് വെച്ചാൽ. ഇത് ബേസാ റിവർ വൈപ്പർ. പിന്നെ ഈ വണ്ടി പിന്നെന്ന് വെച്ചിട്ടുണ്ട് ഇത് കമ്പനി പറയുന്ന പോലെ ആരും സർവീസ് ചെയ്യില്ല. അതിന് മുന്നേ അതായത് നമ്മുടെ ടാറ്റയുടെ മറ്റേ വണ്ടിയുടെ തന്നെ എന്നെ ചെയ്തത് ഏതാ നമ്മളെ പൊളിക്കാൻ വേണ്ടി കുറെ നോക്കി ഇന്ത്യക്ക് 10 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടികളുണ്ട്. ഇതും 10 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയുണ്ട്. കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് ഓയിൽ ചേഞ്ചും കാര്യം നോക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നം വരില്ല അല്ലേ. നോക്കൂ, നമ്മൾ മേടിച്ചിരിക്കുന്ന ബേസ് മോഡൽ വണ്ടിയാണ്. ഈ വണ്ടിയെ തന്നെ എന്നൊക്കെ സെറ്റപ്പ് ഉണ്ടെന്ന് അറിയാമോ. അതായത് ഞാൻ അതെല്ലാം കാണിച്ചു തരാം കേട്ടോ. അതായത് ഞങ്ങൾ വണ്ടി മേടിച്ച് ഈ ചേട്ടനോടാണ്, വരൂ ചേട്ടാ ഒളിഞ്ഞിരിക്കാതെ കറക്റ്റ് വരും. ചേട്ടൻ്റെ പേര് അഭിജിത്ത് എന്നാണ്. ചേട്ടൻ പൊൻകുന്നം, എവിടെയാ? പൊൻകുന്നത്തു നിന്നാണ്. അപ്പം പുള്ളി ഇതേപോലെ തന്നെ എന്നെ വേറൊരു ചേട്ടൻ വിളിച്ചു. ഇതേപോലെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വണ്ടി കൊടുക്കാണ്ട് ഞാൻ അവനോട് വിളിക്കാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പുള്ളി എന്നെ വിളിച്ചതും എന്നോട് ഇങ്ങോട്ട് ഓപ്പൺ ആയിട്ട് റേറ്റ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് ലാസ്റ്റ് നമ്മൾ എത്ര ദിവസം സംസാരിച്ചു? 2 ദിവസമോ? 2 ദിവസം സംസാരിച്ചു. അങ്ങനെ ചേട്ടൻ പിന്നെ പറഞ്ഞു എന്നാൽ ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ കൊണ്ടേ തരാൻ പറ്റും, ഇവിടുന്ന് ഇപ്പം വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പം ചേട്ടൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ ഞാൻ ഒരാളെ നോക്കട്ടെ, ഞാൻ കൊണ്ടേ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചേട്ടനും കൂടെ വന്നു. ചേട്ടൻ്റെ പേരെന്നാ? വിഷ്ണു. ഗൈസ് നോക്കൂ, ചേട്ടനും പൊൻകുന്നം. നിങ്ങൾ അയലോക്കത്താണോ? അടുത്തടുത്ത്. ഗൈസ് നോക്കൂ, ഇവർ അടുത്തടുത്താണ്. അങ്ങനെയാണ് നമ്മൾ ഈ കാണുന്ന വണ്ടി മേടിച്ചത്. അപ്പം ഇതിനൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞാണ് ചേട്ടൻ എനിക്ക് തന്നത്. അപ്പം നമ്മൾ കച്ചവടക്കാരെടുത്തു മറ്റേ വീട്ടിൽ നിന്ന് വാങ്ങുന്ന രണ്ടും രണ്ടാണ്. കാര്യം എന്താ വെച്ചാൽ വീട്ടിൽ നിന്നുള്ള വണ്ടിയാണ് തിരിച്ചു വരല്ലോ ഓർത്തിട്ട് അവരുള്ള കമ്പനി പറഞ്ഞിട്ടോ അല്ലേ. ഗൈസ് നോക്കാം, അപ്പൊ ഇതിനൊരു ചെറിയൊരു ടെർബോയുടെ എന്നാ ഇതിന്റെ പേര് പറയുന്നത്? ടെർബോയുടെ അപ്പൊ അത് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതിനിപ്പം ശരിയാക്കണം. അതായത് ഇതിപ്പോ എവിടെയാ കൊണ്ടുപോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കർണാടകത്തിൽ കൊണ്ട് പണി. കാരണം ഞങ്ങളുടെ ഇവിടുന്ന് കർണാടകയ്ക്ക് വലിയ ദൂരമില്ല. അല്ല ഞങ്ങളുടെ ഇവിടെ ഉള്ളൊരു വർക്ക്ഷോപ്പ് ഉണ്ട്, അതായത് നമ്മുടെ ഊമനി പണിതേ. അപ്പോൾ പുള്ളിയോട് ചോദിച്ചും പറഞ്ഞ് കൊണ്ടുവരാനാണ് പറഞ്ഞത്. അപ്പോൾ അപ്രകാരം ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് നോക്കും. അപ്പം എന്താ പറയുക, കുറേ നാളത്തെ സ്വപ്നമായിരുന്നു. പിന്നെ നമ്മുടെ ഒരു വിലയ്ക്ക് പറ്റിയൊരു വണ്ടിയാണ്. കാരണം വലിയ എമൗണ്ടും കാര്യങ്ങളും ഇല്ല. കാരണം വേറൊരു 7 സീറ്റർ വണ്ടി നമ്മൾ മേടിക്കുന്നത് അപ്രോക്സിമേറ്റ് ഒരു നല്ല വണ്ടിക്ക് ഒരു 5-6 ലക്ഷം രൂപയിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഒരു ഇന്നോവയൊക്കെ മേടിക്കണമെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പക്ഷേ അതിന് പണിയും കാര്യങ്ങളും കുറവായിരിക്കും. പക്ഷേ ഈ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണി കണ്ടേ വണ്ടി എടുക്കാവുള്ളൂ. അല്ലാതെ നമ്മളൊരു സാധാ XUV പോലെ ഇത് എടുക്കരുത്. ഇതിനെ പോറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി പാട് പിടിച്ച പരിപാടിയാണ്. ഇത് മെയിനായിട്ട് ഇതിൻ്റെ ഇരിപ്പ്, പിന്നെ ഇതിൻ്റെ എഞ്ചിൻ, അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ. അല്ല ഏട്ടാ, ഇതെടുക്കുമ്പം ഇതിന്റെ ഇതൊക്കെ ഒന്ന് ഫ്രണ്ടിൽ കാണണം അല്ലേ. ചേട്ടന്റെ ചിരി കണ്ടാ അറിയാം. ഗൈസ് നോക്കൂ, അങ്ങനെ പോയി ഓടി എടുക്കരുത്. ഒരു 7 സീറ്റർ വണ്ടി വില കുറഞ്ഞ് കിട്ടിയെന്ന് ഓർത്ത് നമ്മൾ പോയി എടുക്കരുത്. ഇതിന്റെ മെയിൻ്റെനൻസ് അത്ര ഉണ്ട്. അത്യാവശ്യം ഇതിനെ കുറിച്ച് ഐഡിയ ഉണ്ടെങ്കിൽ ഇതിന് നിൽക്കാവുള്ളൂ. ഇത്രയും പഴയ വണ്ടിയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട്. ഇത് 2008 അല്ലേ? ഇതെത്ര നേരം? 2000. അതെ. ഇത് പത്തനംതിട്ട അല്ലേ ഏട്ടാ? ഇതും പത്തനംതിട്ട. ഇതോ
ഇത് 6, ഇത് F, ഇത് 45, 59, ഇത് 45, 26 രാശിയുള്ള വണ്ടിയാന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഇതെടുത്തിട്ട് ഗുണം ഉണ്ടായിട്ടുണ്ടോ? ഹൈ ആണോ? അല്ലേ? ശരി കേട്ടോ, ഞാനും അത് ഇപ്പഴാ നോക്കിയേ. ഇനിയിപ്പം പുള്ളി ഈ വണ്ടി ഇത് ഡൈക്കോർ ആട്ടോ, ഡൈക്കോർ ബേസ് ആണ് ഈ വണ്ടി. ഫുൾ ഓപ്ഷൻ അല്ല, ഫുൾ ഓപ്ഷനിൽ ഇല്ല എയർ ബാഗ് വരും. പിന്നെ എന്നാ ഏട്ടാ ഫുൾ ഓപ്ഷനിൽ വരിക? എയർ ബാഗ് ABS എല്ലാം ഫുൾ ഓപ്ഷനില് ഒരു സെറ്റപ്പ് എന്ന് വെച്ചാൽ ഇതിന്റെ ഈ സൈഡില് ഒരു കീട്ടിലെ AC വിൻഡ് ഉണ്ട്. പിന്നെ ഇതിന് മിറർ അഡ്ജസ്റ്റ്മെന്റ് ലെഫ്റ്റ് റൈറ്റ് ആ സംഭവം ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഇതിന്റെ അകത്തുണ്ട്. പിന്നെ എല്ലാ പവർ വിൻഡോ ആണ്. പിന്നെ ഇവിടെ ഇത് AC വിൻഡ്. ഇതാണ് കേട്ടാ മറ്റേ ഇത് കേറിയിരിക്കൂ വരൂ. ഇത് ഹെഡ്ലൈറ്റിന്റെ അഡ്ജസ്റ്റിംഗ് സംഭവങ്ങൾ. ഇത് AC-യുടെ പിന്നെ ഉള്ള സംഭവങ്ങൾ. ഇത് ഹീറ്റിങ്ങും ഹോട്ടും. ഇത് അകത്തെ പുറത്തോട്ട് വലിക്കുന്നത്. ഇത് AC-യുടെ സ്വിച്ച്. പിന്നെ ഇത് മറ്റേ ചാർജ് ചെയ്യുന്ന സംവിധാനം. പിന്നെ ഇവിടുന്ന് ഒരു ആഷ്ട്രേ. പിന്നെ ഇവിടെ കപ്പ് ഹോൾഡേഴ്സ്, ഹാൻഡ് ബ്രേക്ക്. ഇതിനിവിടെ ഒരു AC വിൻഡ് സംഭവമുണ്ട്. ഇതിന് ഇതില്ലല്ലേ ഏട്ടാ, മേലത്തെ സാധനമില്ല. അത് ഫുൾ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, മുകളിലുള്ളൂ. ഗൈസ് നോക്കൂ. പിന്നെ 7 സീറ്റർ ആണ്. അതാണ് ഈ വണ്ടിയുടെ ഒരു മെയിൻ പ്രത്യേകത വെച്ചാല്. പിന്നെ ഇവിടെ ഒരു സംഭവം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആഷ്ട്ര ഉണ്ട്. പിന്നെ ഇതുണ്ട്. ഇവിടെയാണ് ഫുൾ ഓപ്ഷന്. ഇവിടെ എയർ ബാഗ് വരും കേട്ടോ. ഇവിടെ എയർ ബാഗ് വരും. പിന്നെ ഇതിന്റെ അകത്ത് എയർ ബാഗ് വരും. പിന്നെ ഇതിന്റെ ഹോണും കാര്യങ്ങളൊക്കെ. ഇതിന്റെ താക്കോല് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ താക്കോൽ എന്ന് വെച്ചാൽ ഇതാണ്. സെൻട്രൽ ലോക്ക് ആണോ ഏട്ടാ? ആണോ? ഗൈസ് നോക്കൂ. അപ്പൊ 2 താക്കോലുണ്ട്. പിന്നെ ഇപ്പം 5 ഗിയർ റിവേഴ്സ് അടക്കം സാധനമുണ്ട്. കുറെ നാളത്തെ ആഗ്രഹത്തിന്റെ ഒരു മൂത്ത് മേടിച്ചാണ്. മുരുക്കമൊന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ല കേട്ടോ. അല്ലല്ലോ ഇവനെ. ഇനിയിപ്പോ ഇത് കണ്ട് ഇതിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ, ഒരു മെക്കാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം സംഭവം പജീറോ SF-നുണ്ട് കേട്ടാ. ഇങ്ങനെ പോകുന്നത് ഇല്ലല്ലോ. ഇന്ത്യയിൽ ഇറങ്ങിയാൽ ഈ വണ്ടിക്ക് മാത്രമല്ലേ ഉള്ളൂ. ഇവിടുന്ന് AC-യുടെ സാധനം ഇങ്ങനെ കയറി പോകുന്നത്. ആണോ? ഗൈസ് നോക്കൂ. ഇനിയിപ്പം ബേക്കിലേക്ക് വരാൻ നേരത്ത് ബേക്ക് ഞാൻ പിടിച്ച് ലോക്കാക്കി. ബേക്കിലോട്ട് വരാൻ ബേക്ക് തുറക്കണം. എങ്ങനെ തുറക്കും? ഗൈസ് നോക്ക്, ഞാനത് പിടിച്ച് ലോക്കാക്കി കേട്ടോ. അവിടെ സെൻട്രൽ ലോക്ക് തുറക്കൂലടാ. ഇതിന്റെ ബേക്കിലേക്ക് വരാൻ നേരത്ത് 4 സ്പീക്കർ ഉണ്ട്. കമ്പനി വന്നപ്പം സോണിയുടെ സെറ്റ് ആണോ ഏട്ടാ? കമ്പനി വന്നപ്പോൾ സോണിയുടെ സെറ്റ് ആയിരുന്നു തോന്നുന്നല്ലേ? 2-3 പേര് എന്നോട് പറഞ്ഞു കമ്പനി വന്നപ്പോൾ സോണിയുടെ സെറ്റ് ആയിരുന്ന. ഇത് ഇതിന്റെ പവർ, പിന്നെ ഇത് പവർ വിൻഡോയുടെ സംഭവങ്ങള്. പിന്നെ ഇതാണ് സീറ്റ്. ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ട്. എങ്ങനെയാട്ടാ? ഈ കാണുന്ന ഹാൻഡ് റെസ്റ്റ് ഒരു സംവിധാനം കാര്യങ്ങളൊക്കെ ആണോ? അത് തുറന്നു കഴിഞ്ഞാൽ അതിന്റെ തന്നെ ഉള്ള അതെന്താ അതിനകത്തൊക്കെ തുറന്ന് എന്താ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ചാർജ് കപ്പ് ഹോൾഡേഴ്സ് ഒക്കെ ഉണ്ട്. കഴിച്ച് നോക്കൂ. പിന്നെ ഇവിടെ AC വിൻഡ് അങ്ങനെയുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ലൈറ്റ് ഉണ്ട്. ഇനിയിപ്പം സഫാരിനെ കുറിച്ച് ഓവർ പറയേണ്ട കാര്യമില്ല, എങ്കിലും ഞാൻ മേടിച്ചതിൻ്റെ രീതി പറയാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ബേക്കിലേക്ക് വരുന്നത് ഇവിടെ 2 പേർക്ക് ഇരിക്കാനുള്ള സീറ്റ് കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് ടൂൾ ബോക്സ് ആട്ടോ. ഇത് ടൂൾ ബോക്സ്, അതുപോലത്തെ സംഭവങ്ങളും കാര്യങ്ങളും ഈ കാണുന്നത് ഇവിടെ ഇരിക്കുന്നത്. അതും കൊള്ളാം. കഴിച്ച് നോക്കൂ. സംഭവം പെടയാട്ടോ. സ്പോയിലർ, അഡ്ജസ്റ്റബിള്. ബോഡി കട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാരി ബോഡി കട്ടിയാ. ടാറ്റയ്ക്ക് ഇരുമ്പുള്ള കാരണം ഇത് ഇഷ്ടം പോലെ പഴയ വണ്ടി ടാറ്റയ്ക്കൊക്കെ നല്ല ഇത് തൂക്കിയിട്ടൊക്കെ അല്ലേ? അത് 80 രൂപ ഞങ്ങൾ 80 രൂപ കിട്ടോ. തൂക്കി. ഈ കവർ ഞാൻ ചേട്ടനോട് പ്രത്യേകം പറഞ്ഞു, ചേട്ടാ ഈ കവർ ഉണ്ട് ചേട്ടൻ കൊണ്ടുവരണം. ചേട്ടൻ ഈ കവർ ഇടാതെയാണ് വണ്ടി കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞു ഇതുണ്ട് തീർച്ചയായിട്ടും കൊണ്ടുവന്നത്. അപ്പൊ ചേട്ടന്റെ വീട്ടിലെ ചാർപ്പിലായിരുന്നു ഈ സാധനം കിടന്നത്. അപ്പൊ അത് കൊണ്ടുവന്നു. ഞങ്ങൾ ഇപ്പം തന്നെ ഇത് ഇട്ടതാണ്. ഇത് ഇട്ടാലേ അതിൻ്റെ ഒരു ഇത് കിട്ടത്തുള്ളൂ, ഒരു ലുക്ക്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ സാധനം ഇട്ടത്. പിന്നെ ഇതിൻ്റെ ഈ ലൈറ്റ്, പിന്നെ അതേപോലെ തന്നെ ഈ ലൈറ്റ്, ഈ സാധനങ്ങളൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ചേട്ടനെല്ലാം തുറന്ന് സംസാരിച്ചാണ് തന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആണോ? എല്ലാം തുറന്ന് എന്നോട് സംസാരിച്ചു ഇതിൻ്റെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ രീതി പണിതാൽ മതി. പിന്നെ അല്ല, പണി നമ്മൾ എന്തായാലും കാണണം. പാലയിൽ ഓടിച്ചോണ്ടാ വരുന്നത്. അതിന്റെ ഇതുവരെ നമ്മളങ്ങനെ പ്രശ്നങ്ങൾ 380 കിലോമീറ്റർ ഓടിച്ചായിരുന്നു. അപ്പൊ ഇത് തീർച്ചയായിട്ടും ഒരു വർക്ക്ഷോപ്പിൽ കാണിക്കണം. ഒരു കംപ്ലൈന്റ് ഉണ്ട്, എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് റെക്ടിഫൈ ചെയ്ത് ഉപയോഗിക്കാവുള്ളൂ എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞാണ് കൊടുക്കുന്നത്. ഞാനത് വിശ്വസിക്കുന്നു. നമുക്ക് പുള്ളി എന്നോട് പറഞ്ഞു കേട്ടോ. സംഭവം അത് ടർബോയുടെ ഒരു സംഭവമാണ്. അപ്പൊ അതിങ്ങനെ പൊങ്ങി താഴ്ന്നിട്ട് പൊങ്ങി പോകല്ലേ ചേട്ടാ. ഗൈസ് നോക്കൂ. അപ്പോൾ ആ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്നാ പറയാ, മൊത്തത്തിൽ ബ്ലാക്ക് കളറാണ്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഈ വണ്ടി ഇഷ്ടപ്പെട്ടു. നമ്മുടെ വീട്ടിൽ ഫുള്ള് ബുദ്ധിസ്റ്റ് ഫ്ലാഗ് കിട്ടി കേട്ടോ. മൊത്തം കറക്കി കെട്ടി. വീടിൻ്റെ മേലുണ്ടോ, മേലിൽ 4 എണ്ണം പറ്റും. JSR-ഉം
ഞങ്ങൾ കൂടെയാണ് അത് കെട്ടിയത്. അതിനുശേഷം ഇവിടെ കെട്ടി, ഇതുണ്ടോ ഇവിടെയുണ്ട് അല്ലേ, ബാക്കി എല്ലായിടത്തും ആയി. ഗൈസ് ചേട്ടന് ഞങ്ങൾ ബുക്കും പേപ്പറും കാര്യങ്ങളൊക്കെ മാറ്റാനുള്ള പിന്നെ ആധാറിൻ്റെ കോപ്പി സംഭവങ്ങളൊക്കെ കൈ കൊടുത്തു. ഇനി പുള്ളിക്ക് പൈസ കൊടുക്കാണ്ട്, പൈസ കൂടെ കൊടുക്കണം. അത്രയും കാര്യമുള്ളൂ. ബാക്കിയൊക്കെ എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ പുള്ളീനെ ഇപ്പോൾ ഇത് വർക്ക്ഷോപ്പിൽ കയറ്റുമ്പോൾ വിളിക്കും. അപ്പോൾ ഇതിൻ്റെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി. അല്ലേ അല്ലേ, ബേക്കിൽ 2 ടയറും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അല്ലേ. വലിയ ഹെവി ഓട്ടം ഒന്നുമില്ല കേട്ടോ, ഈ ലോക്കൽ ഓടാൻ വേണ്ടിയാണ് നമ്മളിത് ഉദ്ദേശിക്കുന്നത്. പിന്നെ ചെറിയ ചെറിയ ടച്ചപ്പും സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. അങ്ങനെയുള്ള കുറച്ച് പരിപാടി സംഭവങ്ങളൊക്കെ കേട്ടോ, വേറെ ഒന്നുമില്ല കേട്ടോ. ഗൈസ് നോക്കൂ, ഇത് കണ്ടോ, ഇത് നമ്മുടെ ഫ്യൂവലിന്റെ. ചേട്ടാ ഇത് താഴോട്ടാണോ മേലോട്ടാണോ ഫ്യൂവലിന്റെ? അത് നോക്കണ്ട. അപ്പൊ അത് ഓക്കെ. പിന്നെ ഇത് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, ശരിക്കലും ഇത് മാത്രമേ ഉള്ളൂ, പൊക്കലും താത്തലും അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് പൊളിച്ചാനെ. ഇതുണ്ടോ, ഇതിൻ്റെ അകത്ത് എന്തൊരു പീസ് ബാക്കി കിടപ്പുണ്ട്, എന്ത് പീസാന്ന് നോക്കട്ടെ. അതല്ല, പുള്ളിയുടെ സൺഗ്ലാസ് മറ്റേ പേപ്പറോ വേറെ ഒന്നുമില്ല കേട്ടോ. പിന്നെ വേറെ സംഭവം, ഇത് മേടിക്കുന്ന ഒരു പൂതിപ്പുറത്ത് നമ്മൾ തുടങ്ങിയതാ. എന്നാ അല്ലേ അല്ലേ, ഇത് ഡൈക്കോർ 2.3 ലിറ്ററും ഉണ്ട് 2 ലിറ്ററും ഉണ്ട് അല്ലേ ഏട്ടാ, അങ്ങനെയല്ലേ? 2.3 മറ്റേത് ഇച്ചിരി ഹെവി എഞ്ചിനാ, അത് ഇതിന് തൊട്ട് മുന്നേ ഇറങ്ങിയ എഞ്ചിനാ. അതിന് ശേഷമാണ് ഇതിറങ്ങിയത്. പക്ഷെ ഇതിന് പവർ ഉണ്ട് കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അല്ലേ മോനെ? ഇപ്പൊ ഇവർക്ക് 10 കിട്ടിയെന്ന് പറഞ്ഞ അല്ലേ? കിട്ടും. ഡീസൽ അല്ലേ ഏട്ടാ? ഇത് 2 എഞ്ചിൻ വരുന്നില്ലായിരുന്നു, പെട്രോളും ഉണ്ടായിരുന്നു. പെട്രോൾ എനിക്ക് അറിഞ്ഞൂടാ. പെട്രോൾ റയറായിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. പെട്രോളും പെട്രോളും ഉണ്ടായിരുന്നു, ഡീസലും ഉണ്ടായിരുന്നു. എന്നോടൊരു വണ്ടി, എനിക്ക് ഏതാണ്ട് 20 വണ്ടിയൊക്കെ ഉള്ളു അന്ന് പോസ്റ്റ് ഇട്ട്. ഞാൻ ഇവൻ്റെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ഇട്ട് ഞാൻ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ കുറേ വണ്ടി സംസാരിച്ചു. പക്ഷേ ഇതിന് പ്രശ്നം, ഈ ടാറ്റ സഫാരി മേടിക്കാൻ പോകുന്ന വിഷയം ചില, നിങ്ങളിപ്പോൾ ടാറ്റ സഫാരി മേടിക്കാൻ പോകുന്നുണ്ട്, ആരെങ്കിലും വീട്ടിൽ വില പറയാൻ വേണ്ടി പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഈ വണ്ടി എടുക്കുന്ന പോലെ ആയിരിക്കില്ല, അത് കഴിഞ്ഞ് പണിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കൂട്ടിയിരിക്കും അവർ പൈസ പറയാം. അപ്പോൾ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ മറ്റു വണ്ടി ചവിട്ടി മേടിക്കുന്ന പോലെ ഈ വണ്ടി മേടിക്കാമെന്ന് വിചാരിക്കണ്ട. അതായത് ഇതിൻ്റെ ഓണർ അങ്ങനെയല്ല ഏട്ടാ, ഇതിൻ്റെ ഓണർ ഇതിൻ്റെ ഒരു പൈസ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ചവിട്ടി മേടിക്കാന്നുള്ള അങ്ങനത്തെ ചിന്താഗതിയായിട്ട് സഫാരി മേടിക്കാൻ വേണ്ടി പോയി കിട്ടിയല്ല. അല്ലെ പിന്നെ ഇച്ചിരി പിന്നെ എന്നാ പറയാ, മറ്റേ ഇത് ഡസ്റ്റൊക്കെ കയറി അങ്ങനെ ബോഡി വർക്കും അങ്ങനെ സംഭവമൊക്കെയുള്ള 3-4.25 വരെ വണ്ടിയുണ്ട്. ഈ ഡൈക്കോർ പല മോഡല് 2.3 അങ്ങനെ ഓരോ വില. പക്ഷെ അത് നമ്മളിപ്പം ഇതിന്റെ വില കണ്ടിട്ട് ഇപ്പം നമ്മളിപ്പോൾ സഫാരിയാണ്, അത്രേ ഉള്ളൂ. എന്നാൽ പുള്ളിയുടെ വീട്ടിൽ ചെന്ന് നമുക്ക് വില പറഞ്ഞ് മേടിക്കാം, അങ്ങനെയൊക്കെ പോവാന്ന് ചവിട്ടി മേടിക്കാൻ വെച്ചാൽ നടക്കൂല്ലോ കേട്ടോ അല്ലേ? അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പൊ ഈ വണ്ടിക്ക് വില പറയുമ്പോഴൊക്കെ ഇതിനൊരു വിലയുണ്ട്. അപ്പൊ നമ്മളിപ്പോ എല്ലാവർക്കും ഇപ്പൊ സഫാരിയോട് താല്പര്യം ഉണ്ടാവില്ല, പക്ഷെ താല്പര്യമുള്ളവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. ഇപ്പം പജീറോയോട് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ല, പക്ഷെ താല്പര്യമുള്ളവർക്ക് അതിന് ഭയങ്കര ഭ്രാന്തായിരിക്കും. പക്ഷെ ഫോർച്യൂണർ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം എല്ലാവരും എടുക്കുന്ന വണ്ടിയാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ റിസ്കി ഫാക്ടറാണ്. അതായത് സത്യം പറഞ്ഞാൽ മുള്ളുമുറിക്കെ പിടിക്കുന്ന പോലെയാണ്. കാരണം ഇത് എന്ത് സംഭവിക്കും നമുക്ക് അറിയത്തില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഫോർച്യൂണറിനാണെങ്കിലും പണിയുണ്ട്. ശരിക്കും അത് പണിയിട്ടുണ്ട പൈസയാവും, ഇതിനും പൈസയാവും. പക്ഷെ അത് ഫോർച്യൂണർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇച്ചിരി പൈസ ഉള്ളവരടുത്ത് അങ്ങനെയുള്ളവരടുത്താണ് ഉണ്ടാവുക. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോലെ ഉള്ളടത്ത് ഉണ്ടാവുക. അപ്പൊ അവര് പണിത് കഴിഞ്ഞാൽ പിന്നെ വേറൊരു സംഭവത്തില് ആ കമ്പനിക്ക് അതിന്റെ കറക്റ്റ് പണിത് ഫിനിഷ് ചെയ്ത് ഇറക്കാൻ പറ്റി. അതായത് മെയിൻ്റെനൻസിന് നമ്മൾ ചെല്ലാൻ അതായത് അവരാരോടും പറയില്ല, നമ്മളെ പോലെ ഉള്ളവര് പറഞ്ഞു അതാണ് അതിന്റെ രണ്ടിത് അല്ലേ? ഗൈസ് നോക്കൂ, ഇത് കമ്പനി കറക്റ്റ് സർവീസ് ഒക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നെങ്കിൽ സംഭവം കിടലായിരുന്നു ഇവര് ഭരിച്ചാന്. പക്ഷെ നടന്നില്ല കേട്ടോ. പിന്നെ ഈ മിലിറ്ററിക്ക് സഫാരി സ്റ്റോം ഇറങ്ങിയായിരുന്നു, പക്ഷെ അതും ഇപ്പം ഏകദേശം മാറി. ഇപ്പൊ സ്കോർപിയോയിലേക്ക് കാര്യങ്ങൾ എത്തി തുടങ്ങിട്ടോ അവിടെ അല്ലേടാ? എന്തുകൊണ്ട് മന്ത്രിമാർ ഇപ്പോഴും ഇതിനകത്ത് നടക്കുന്നു അല്ലേ? എന്തുകൊണ്ട് ആർമിക്കാർ ഇതിനകത്ത് നടക്കുന്നു അല്ലേ? നടക്കുക അല്ലേ? ഇതിന് ബോഡി കട്ടിയാ. ഇത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഉള്ളിരിക്കുന്ന മനുഷ്യന് ഒന്നും സംഭവിക്കില്ലെന്നാണ് എന്റെ ഒരു മനസ്സ് പറയുന്നത്. സാർ ജയ സാർ, യെസ്, ദിസ് വൺ. ഗൈസ് നോക്കൂ, ജയ സാർ രാവിലെ എണീറ്റു. അപ്പം ജയ സാറിനോട് ഞാൻ പറയായിരുന്നു, ഇതാണ് നമ്മൾ മേടിച്ച വണ്ടിയിൽ ഇറ്റ്സ് നൈസ് വൺ. ഓക്കെ ഗൈസ് നോക്കൂ. പിന്നെ വേറൊരു കാര്യം കൊണ്ടാണ് ഞങ്ങൾ മേടിക്കാൻ കാരണം, ഞങ്ങളുടെ കറക്റ്റ് സമയത്ത് ജയ സാർ വന്ന കറക്റ്റ് സമയത്ത് വണ്ടി ഇല്ലാതെ പോയി. അപ്പോൾ പുള്ളിയും പിന്നെ ഓമിനിലൊക്കെ പോകണ്ടേ, കാരണം ഓമിനിൽ പോലെ ഇച്ചിരി പാടാട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ മേടിച്ചത്. കാരണം പുള്ളിയോട് ഞങ്ങൾ അല്ലേ, അതായത് ഞങ്ങൾ പുള്ളിയോട് പിന്നെ വാക്ക് പറഞ്ഞാണ് ഞങ്ങൾ മറ്റേ നമ്മുടെ കുശാലനഗർ ആ ഭാഗത്തുള്ള ടിബറ്റൻ പിന്നെ അവിടെ പിന്നെ ടെമ്പിളിൽ, അതായത് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി കൊണ്ടുപോകുന്നുള്ളൂ. അപ്പോൾ അവിടെ കൊണ്ടുപോകാൻ വേണ്ടിയൊക്കെയാണ് ഞങ്ങളിത് മേടിച്ചത്. അല്ലെങ്കിൽ ഞങ്ങൾ ഈ ബസ് എടുത്ത് എറണാകുളത്ത് പോയിട്ട് പിന്നെ ഞങ്ങളുടെ മറ്റേ വണ്ടിയൊക്കെ എടുത്തിട്ട് വന്നിട്ട് പിന്നെ ഡൽഹിയിൽ നിന്നൊക്കെ ഞങ്ങൾ നോക്കുമല്ലായിരുന്നു. പക്ഷെ ഇപ്പം ഞങ്ങൾ
ഇതും ഒരു കാരണമുണ്ട് ഈ വണ്ടി മേടിക്കാൻ വേണ്ടി. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഈ വണ്ടി കിട്ടിയല്ലോ കേട്ടോ. മീൻ വരുന്നുണ്ട്. മീനല്ലേടാ? ഗൈസ് നോക്കൂ, നമ്മൾ മീൻ പറഞ്ഞേപ്പിച്ചായിരുന്നു. അപ്പോൾ മീൻ മേടിക്കാൻ ആരാ വന്നാക്കുന്നത്? സാറ്. സാറ് മീൻ മേടിക്കാൻ വേണ്ടി വന്നേക്കും കേട്ടോ. അതായത് അവൻ്റെ കയ്യിലൊരു ഇതും ഉണ്ടാവും, എന്ത് ഫ്രഷ്. ഗൈസ് നോക്കൂ, ഓലമീൻ കേട്ടോ. ചേട്ടൻ രാവിലെ മീനും കൊണ്ട് വന്ന അത് ഇതും നല്ല ഭക്ഷണമാണ്. വെള്ള ഓല കേട്ടോ, വലിയ ഡയറ്റും കാര്യങ്ങളുണ്ടാവും. സമാധാനം. ഓല വലിയ കുഴപ്പമില്ല. ചുവപ്പിലും നല്ല ഈ കാണുന്ന വെള്ള കേട്ടോ, അല്ലേ ഏട്ടാ? ചുവപ്പിലും നല്ലത് ഈ കാണുന്ന വെള്ളയാണ്. ഇതിന് മറ്റേ എന്നാ പറയാ, ഇതിനെട്ടാ മുള്ളനോ കട്ടയോ അങ്ങനെ എന്താ അങ്ങനെ പറയാ അല്ലേ? കട്ട അങ്ങനെ ആട്ടോ ഇവിടെ പറയാം. അപ്പം ചേട്ടൻ അത് മുറിച്ച് സെറ്റപ്പ് ചെയ്യുകയാണ്. പെടയല്ലേ അമ്പോ. ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്ത് തരും കേട്ടോ. എന്തോരം മീൻ മേടിച്ചു. അത് അവിടുന്ന് മീൻ വണ്ടി, ഇവിടുന്ന് മീൻ വണ്ടി. അതെ, അടുത്ത മീൻ വണ്ടി ഇതാ വരുന്നു. ഗൈസ് നോക്കൂ, അടുത്ത മീൻ വണ്ടി അത് അവിടുന്ന് വരുന്നു. ജയ് സാർ, ദിസ് ഈസ് ഫിഷ്. എടാ അതിൻ്റെ അകത്ത് എന്നൊക്കെയുള്ള ആണോ? ഇതിൻ്റെ തന്നെ ഉള്ളത് നോക്കട്ടെ കേട്ടോ. ഗൈസ് നോക്കൂ, ഇവിടെ ഞങ്ങൾ ഈ ചേട്ടൻ്റെ അടുത്ത് നിന്ന് മത്തി മേടിച്ചോട്ടോ. നല്ല സൂപ്പറാ, പറ്റിക്കാം. നല്ല കിടിലം മത്തി കേട്ടോ ഈ മത്തി. അവിടുന്ന് ഓല ഇവിടെ ഫുള്ള് ബ്ലോക്ക് ആയിട്ടോ. അങ്ങനെ ഞങ്ങൾ മീൻ മേടിച്ചു. ഹായ് ഹായ്. പുള്ളിക്കാരത്തേക്ക് ഫിഷിനോട് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. അവളത് ഒന്നും മേടിച്ചു 120 രൂപ ഉള്ളൂ. ഗൈസ് നോക്ക്, മമ്മി മത്തി പറ്റിക്കേ, മത്തി പറ്റിക്കേ, മറ്റേത് വറക്ക്. മറ്റേത് വറക്ക്. ഗൈസ് നോക്ക്, പാവങ്ങൾ അതേ സമയത്ത് പോസ്റ്റായി. ഇനി പുള്ളിയുടെ സെയിൽ ലെറ്ററിലും സംഭവങ്ങളൊക്കെ ഒന്ന് ഒപ്പിട്ട് കൊടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. എല്ലാം എടുത്തോ കേട്ടോ? ഫോണോ ബാഗ് എല്ലാം എടുത്തോ? ഫോണോ ബാഗ് എല്ലാം എടുക്കണം. അപ്പം ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് പോയിട്ട് ഞങ്ങൾ നേരെ ഇരട്ടിക്ക് ചേട്ടന്മാരെ കൊണ്ടുപോയിട്ടാണ് പോയിട്ട്. ഏതാ ഗ്രീൻ നോക്കൂ, ഉപ്പും കാര്യങ്ങളും ലിബിൻ ഇട്ടോണ്ടിരിക്കുക. ഒരു ഉപ്പിട്ടു. ബേക്കിൽ അവിടെ എവിടെയെങ്കിലും ഉണ്ട് കേട്ടാ. ലിബിന്റെ പേരിലാട്ടോ ഞങ്ങൾ വണ്ടി എടുത്തേ. സാക്ഷി ഉപ്പും വെറുതെ അല്ല കൊണ്ടുവന്നേ. ഒരു ഫുള്ളും ഒരു ക്വാർട്ടറും ഒരു അൽഫാമും ആയിക്കോട്ടെ. കഴിച്ച് നോക്കൂ. ഇനി അത്രയും കൂടെ ഉള്ളു. ഇനി ഞാൻ വേണോ? 2 സാക്ഷിയാ? ഉമ്പി 2 സാക്ഷി കേട്ടോ. ചേട്ടന്മാർ ഫോൺ കുത്തി വെച്ചാൽ എടുക്കാണ്ടി പോയതാണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പം മറ്റേ നമ്മുടെ RC കാർഡ് പോലെ കാർഡായിട്ട് ലിവിനെ നമ്മുടെ വണ്ടിയുടെ എല്ലാം കാർഡാക്കണേ അല്ലേ? ഗൈസ് നോക്കൂ, അത് കാർഡാക്കി എടുക്കണം. പിന്നെ അതേപോലെ തന്നെ എല്ലാത്തിനും കോപ്പി എടുത്തു കഴിഞ്ഞാൽ ചേട്ടന്മാരെ നേരിട്ട് കൊണ്ടുപോകണം എല്ലാം. ചെറിയ പൈസ ഓൾമോസ്റ്റ് എനിത്തിങ്. ഗൈസ് നോക്കൂ, ഫൈനലി ചേട്ടൻ്റെ ലാസ്റ്റ് ആഗ്രഹമാണ്. ചേട്ടൻ്റെ ചെറിയ വിഷമമൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളോട് വാക്കും പറഞ്ഞ് അഡ്വാൻസും മേടിച്ചു. അതിൻ്റെ ഒരു വിഷമമുണ്ട്. അപ്പം ചേട്ടൻ ലാസ്റ്റ് ആയിട്ട് ചേട്ടനൊന്ന് വണ്ടി ഓടിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പം ചേട്ടൻ വണ്ടി ഓടിക്കുന്നു. ഞങ്ങൾ നേരെ പോവാണ്. നേരെ ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങാടിയിൽ നിന്ന് ഇറങ്ങണം കേട്ടോ. ചേട്ടാ ഇതിന്റെ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട അങ്ങനെ എന്തെങ്കിലും എനിക്ക് പറഞ്ഞു തരാനായിട്ടുണ്ടോ? ആണോ? ഇല്ല. ചേട്ടൻ അതിന്റെ സീറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ചേട്ടൻ എത്ര മാസം ഉപയോഗിച്ചു? 1 വർഷം. 1 വർഷം ഉപയോഗിച്ചു. എന്നിട്ട് പറഞ്ഞേ അങ്ങനെ ഞങ്ങളുടെ സഫാരി പോയ ചേട്ടൻ കേറുന്നുണ്ട്. ആണോ? വിഷമമുണ്ട് ചെറിയ രീതിയിൽ. ഞാൻ ഇതേപോലെ എന്റെ സ്കോർപ്പിയോ എടുത്താൽ മതി. എനിക്ക് ചെറിയ വിഷമം ഉണ്ടായിരുന്നു. കാരണം ഞാൻ അത്ര പിന്നെ അത് പണിതും പിന്നെ ഒരു ഇരിപ്പും ഒക്കെയാ. നമ്മള് വേറെ വണ്ടിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. കൺവീനിയൻസ് ഇല്ല. കൊടുക്കുമ്പോ കൺവീനിയൻസ് ഇല്ലായിരുന്നു. പുള്ളി ചെറുതായിട്ട് കരച്ചിൽ വരുന്നുണ്ട് കേട്ടോ പുള്ളിക്ക്. ഒരു വിഷമം. മൈക്കിൾ ബൈ പോയിട്ട് വരാം കേട്ടോ. ഓക്കെ, ഫ്രണ്ടിലേക്ക് എടുത്തു. നോക്കൂ, ഫൈനലി ചേട്ടൻ വണ്ടി എടുത്തു. അല്ല നേരെ പോക്കോ ഹെയർ പിൻ ഒന്ന് കർണാടക കയറിയിട്ട് വരാം അല്ലേ? ഗൈസ് നോക്കൂ, അതായത് ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ പോയിട്ട് നമ്മൾ അങ്ങാടിക്കടവിനായിട്ടോ പോവാ. എനിക്ക് ഇതിന്റെ ഏറ്റവും ഇഷ്ടം ഇതിന്റെ ഈ ഒരു സാധനം കേട്ടോ, ഈ ഒരു AC വിൻഡ്. പിന്നെ ഇതിന്റെ സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. ഫൈനലി അങ്ങനെ നമ്മൾ മാക്കൂട്ടം കയറാൻ വേണ്ടി പോകല്ലേ വരാൻ വേണ്ടി. അതായത് എന്തായാലും ഇവര് വന്നപ്പോ തൊട്ടടുത്ത കർണാടക ഞങ്ങൾ പറഞ്ഞു. അപ്പൊ ഇവർക്കൊരു പൂതി ഞങ്ങൾക്കും ഒരു പൂതി അങ്ങോട്ട് പോകാന്. നല്ല ടൈറ്റ് ചെക്കിംഗ് ആയിരിക്കും. ദൈവത്തിനറിയാം ഇവനെ മാസ്ക് ഇല്ലാതെ ഇപ്പൊ അങ്ങോട്ട് കയറ്റി വിടുന്നില്ലെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അല്ലേ? ജിയോ സാറിനെ 3 days before this asking no? Yes. Mask. Not here, sir. Little bit far before that place. ഞങ്ങളെ ഫൈനലി കർണാടകയ്ക്ക് കയറാൻ പോകട്ടോ. ഈ കാണുന്ന പാലം കഴിഞ്ഞാൽ കർണാടകയ്ക്കാണ്. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ട്രൗസർ പോയി കൊടുക്കുന്നത്. നല്ല ചെക്കിംഗ് ആണ്. ക്രിസ്മസ് കഴിച്ച് ബോണസ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേരളത്തിൽ. എനിക്ക് തോന്നുന്ന കൊറേ വണ്ടികൾ ഇവിടെ ഇപ്പൊ നിർത്തിയിടാനൊരു സ്ഥലമായി അവർക്ക് തണല്.
അല്ലേ പഴയ പാലം അല്ലേ? ആ. ഗൈസ് നോക്കൂ, നമ്മൾ ഫൈനലി നമ്മൾ അങ്ങനെ മാക്കൂട്ടം ഫോറസ്റ്റ് കയറി. അത് ഇവിടുന്ന് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാജപേട്ടയ്ക്ക് വലിയ കിലോമീറ്ററും കാര്യങ്ങളും ഞങ്ങള് അത്ര ദൂരത്തിൽ പോകുന്നില്ല കേട്ടോ. ഞങ്ങൾ കുറച്ച് ദൂരം അപ്പുറം വരെ പോകുന്നുള്ളൂ. കർണാടക ബസ് ഉണ്ട് കേട്ടോ. ഇതാണ് കർണാടക ബസ്. കണ്ടോ കേരള ബസ് ഉണ്ടോ? ഇനി നിങ്ങൾക്ക് എന്നാ വേണ്ടേ? ഞങ്ങൾ കേരളത്തിലും എത്തി കർണാടകത്തിലും എത്തി. ഇപ്പൊ നമ്മൾ എവിടെയുള്ളതെന്ന് അറിയാമോ? കർണാടക. ഇപ്പൊ നമ്മൾ കർണാടകയിലുള്ള നമ്മൾ കുറച്ച് ദൂരം അപ്പുറം പോയിട്ട് നമ്മൾ തിരിച്ചു വരും കേട്ടോ. ഇല്ല വരും വണ്ടി കാണുമ്പോ ഓടി വരും അവര്. ഇത്ര വണ്ടി പഠിക്കണ്ടല്ലേ? എന്താ മാറ്റി തോന്നല്ലേ അത്? ഇന്ന് തിരക്കായതുകൊണ്ട് ഒരു പരിപാടി ഇല്ല കേട്ടോ. അത് ഈ പുള്ളിയുടെ കയ്യിലെ മെഷീൻ ഉണ്ട് കേട്ടോ. മെഷീൻ ഉണ്ടെന്ന് തിരക്കായതുകൊണ്ട് ഇവരെടുക്കാതിരിക്കുന്നത് അത്. ചേട്ടാ ഇവിടെ ഈ വണ്ടിക്ക് ഭയങ്കര വില കേട്ടോ. കർണാടകത്തിൽ കയറി കഴിഞ്ഞാല് രാജാവ് നല്ല വലിയ പൈസക്കാരെ ഉപയോഗിക്കും. നമുക്ക് ഫൈനലി ഞങ്ങൾ അങ്ങനെ വണ്ടി ഓടിച്ച് ഞങ്ങൾ അങ്ങനെ പേട്ടയിലെത്തി. പേട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. വണ്ടിക്ക് വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഓടിച്ചു നോക്കി. പിന്നെ ചെറിയ ചെറിയ സൗണ്ട് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ അങ്ങനെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഒക്കെ ഒന്ന് ടൈറ്റാക്കി സെറ്റപ്പാക്കി എടുക്കണം. എന്തായാലും ഓടിച്ചപ്പോൾ നല്ല കംഫർട്ട് ആയിരുന്നു. പിന്നെ ഒരു ടയർ മാത്രമേ ചെറിയ കുറവുണ്ട്, അതും സെറ്റപ്പ് ആക്കി എടുക്കണം. സാർ ജയ സാർ അച്ചായേ ലൈക്ക് ഇറ്റ്. ഈ ടയർ എടുത്തിട്ട് അങ്ങോട്ട് ഇടുക തക്കാലം. നമ്മുടെ മറ്റേ വണ്ടിയുടെ വരും നേരത്തെ നമ്മൾ ആ വണ്ടിയുടെ 6 ടയറായാലും മാറ്റും. ആ വണ്ടിയുടെ 6 ടയർ ഇന്നോട്ട് കയറ്റുക. ട്രാവലറിന്റെ 6 ടയർ മാറ്റണം കേട്ടോ. അപ്പൊ ആ ടയർ ഇതിലേക്ക് കയറ്റിയാൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ നോക്കൂ. അപ്പൊ ചേട്ടന്മാരെ ഇനി ഞങ്ങൾ നേരെ ഇരുട്ടിയിലാണ് കൊണ്ടുവിടുന്നത്. യെസ്, അപ്പൊ നമ്മൾ നേരെ ചേട്ടന്മാരെ ഇരുട്ടി കൊണ്ടുവിടും. ചേട്ടന്മാർ അവിടെ നേരെ എങ്ങോട്ടാ പോകുന്നത്? കോഴിക്കോട്, എന്നിട്ട് വയനാട്. ഗൈസ് നോക്ക്. ഓക്കെ നോക്കൂ. അതായത് ഞങ്ങൾ എന്തായാലും നേരെ വണ്ടി കൊണ്ട് നേരെ ഇനി ഇരുട്ടിക്ക് പോകണം. ട്രെയിനാണോ ബസ്സിനാണോ? അല്ല, ഇവര് വയനാടിനാ പോകുന്നത്. ഞങ്ങൾ അവിടുന്ന് ഒരു വണ്ടിയുണ്ട്, അവിടുന്ന് പിന്നെ തീരുമാനിച്ചില്ല. വയനാടാണ് ഇരുട്ടിന്ന് ബസ്സുണ്ട്. ഗൈസ് നോക്കൂ. അതായത് ഉണ്ടല്ലോ, ഞങ്ങൾ എന്തായാലും ചേട്ടന്മാരെ ഇരുട്ടി കൊണ്ടുവിടുവാണ്. എനിക്ക് ഓടിച്ചപ്പോഴൊക്കെ അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. കാരണം എല്ലാ സെറ്റപ്പും കാര്യങ്ങളും നല്ല സെറ്റപ്പ് ഒക്കെ ഉണ്ട്. AC ഉണ്ട്, പിന്നെ ഇതുണ്ട്. ഇവിടെയൊക്കെ ലൈറ്റും സംഭവങ്ങളൊക്കെ എത്തും. അങ്ങനെ അത്യാവശ്യം എല്ലാം വർക്കിംഗ് ഒക്കെ ഉണ്ട്. ഇതിന് റിയർ വൈപ്പർ, റിയർ മറ്റേ ഇതുണ്ട്. ഇവിടെ നിന്ന് ഈ സാധനമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ വെള്ളം വന്നിട്ട് അടിക്കും. അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ ഉണ്ട്. ബാക്കിയൊക്കെ എങ്ങനെയാണെന്നുള്ള ഇനി ഉപയോഗിച്ച് നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ കേട്ടോ. എന്തായാലും നമ്മളിനി ഇവിടുന്ന് നേരെ പോവാണ്. നമുക്കിനി ഏതാണ്ട് ഒരു 10-12 കിലോമീറ്റർ ഇനിയിപ്പോൾ സഞ്ചരിക്കാനുണ്ട് കേട്ടോ. പോവാം ഗൈസ്, പോവാ. നോക്കൂ ചേട്ടന്മാരെ, ഞാൻ ഇരട്ടിക്ക് കൊണ്ടുവിടാൻ വേണ്ടി വന്ന വഴിക്കുക. വണ്ടിയുടെ എണ്ണ ഏകദേശം തീർന്നായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഫുൾ ടാങ്ക് അടിക്കുകയാണ്. ഇപ്പോൾ അറിയാം എത്ര ലിറ്റർ ഇതിൻ്റെ അത് കയറും ഇല്ലയോ എന്നുള്ളത് കേട്ടോ. ചേട്ടാ എത്ര ടാങ്ക് ചേട്ടാ? 50, 40, 30? എന്റെ അമ്മ ഉണ്ടാവാ. എല്ലാ വണ്ടി ഉണ്ടാവാണല്ലോ നമ്മുടെ. ഇതും ഉണ്ടാവും അല്ലേ? ഫുൾ ടാങ്ക്. അപ്പൊ 70 അടുത്ത് കേട്ടോ. ഗൈസ് നോക്കൂ, ഏതാണ്ട് അത്രയും വരും കേട്ടോ. ചേട്ടൻ എന്തായാലും ഇവിടെ എണ്ണ അടിക്കുകയാണ്. ഇന്നത്തെ എണ്ണ വില 97 ആണോ ചേട്ടാ? 97 ആണോ? ഡീസലിന് 97 കേട്ടോ. എന്തായാലും വണ്ടിയുടെ എണ്ണ അടിച്ച് തരട്ടെ. ഗൈസ് ഞാൻ ചേട്ടനോട് പറഞ്ഞു ഏതാണ്ട് ഒരു 3000 നിർത്തിക്കോളം പറഞ്ഞു. ഏതാണ്ട് 31 ലിറ്റർ കേട്ടോ. ബാക്കി അടച്ചില്ല. അതായത് 3031 അല്ലേ ചേട്ടാ? യെസ്. പേരെന്നാ ചേട്ടൻ്റെ? ആൽബർട്ട്. വീട് എവിടെയാ? എടൂര്. ഈ നാറി എന്നോട് കുറച്ച് മുമ്പ് പറഞ്ഞു അത്ര അടിച്ചാൽ എന്റെ മാറ്റി പറയുന്നുണ്ട്. നമുക്ക് ഫൈനലി ഞങ്ങൾ ഇരുട്ടിലെത്തി. ഓക്കെ ഞങ്ങൾ നേരെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടു. ചേട്ടന്മാര് നേരെ പോയി. ബേക്കിൽ ബ്ലോക്ക് ആയി. ഞങ്ങൾ വണ്ടി ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. സ്റ്റാൻഡിൽ കയറ്റാൻ പറ്റില്ല. സ്റ്റാൻഡിൽ കയറ്റാൻ പറ്റില്ല. ഇവിടെ നിന്ന് ഇരിക്കണം. ആ ബസ് പോട്ടെ ഇവരെ. ബസ് പോയി കഴിഞ്ഞാൽ അല്ലേ നമുക്ക് തന്നെ തിരിച്ച് ബേക്ക് നോക്കണം, മൂന്ന് നോക്കണം. വണ്ടിക്ക് നീളം കൂടുതലായതുകൊണ്ട് ഗൈസ് എന്നെ സംബന്ധിച്ച് നമ്മുടെ പ്രൈവറ്റ് വണ്ടികൾക്ക് ഇവിടം വരെ വരാനുള്ള അവകാശവും അധികാരവും എല്ലാം ഉള്ളൂ. അങ്ങോട്ട് കയറിക്കാൻ നല്ല അധികാരമായിട്ട് ഒരു 3000 രൂപ ഫൈനും കിട്ടും. അത് കാരണം അത് ടയർ തട്ടുന്നതിന്റെ സൗണ്ട് അല്ലേ? ഇല്ലല്ലേ? ആ ടയറെല്ലാം നമുക്ക് മാറ്റണം കേട്ടോ. 6 ടയറും നമുക്ക് മാറ്റണം. അതേ സമയത്ത് ഒന്നും കൂടെ വെഹിക്കിലും ഉണ്ടാവുന്ന ഇഷ്ടം പോലെ വണ്ടി. ഇതേപോലെ ഈ സംഭവം ഒറ്റയടിക്ക് നമുക്ക് വെട്ടിച്ച് കിട്ടൂല. അതൊരു പാടാണ്. ഫൈനലി ഞങ്ങള് പുതിയ ബസ് സ്റ്റാൻഡിൽ, പഴയ ബസ് സ്റ്റാൻഡിലെത്തി. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഈ റോഡിലുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമ്മൾ ഇവിടെ നേരെ വീട്ടിലേക്കാണ് പോണത്. നമുക്ക് വഴി മാറിപ്പോയതിനെ ഇല്ല, അവിടെ അങ്ങോട്ട് തിരിക്കണം. അവിടെ തിരിക്കാം. വഴി മാറി വഴി മാറിപ്പോയി. അവിടെ നേരം തിരിക്കണ്ടേ. ഞാനത് ഇവിടെ നയിപ്പോയി കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും ബ്ലോക്കും കാര്യം കുറഞ്ഞല്ലേ? അവനെ അവിടെ എന്തോ ഒരു പരിപാടി ഉണ്ട്. അത് കാരണം നമുക്ക് ഇതിലെ പോകേണ്ട വകയല്ല. നമ്മള് പേരാവൂട്ടി ഞാനത് മറന്നു പോകണ. നോക്കൂ, ഞാൻ ഇത്ര നേരം വരെ വണ്ടി ഓടിച്ചു. ഇപ്പൊ ഞങ്ങൾ ഏകദേശം വീട് എത്താറായി. ഭയങ്കര ഇരിപ്പ് സുഖം. പിന്നെ ഇതിനിപ്പോ ടെർബോയ്ക്ക് കംപ്ലൈന്റ് ഉണ്ട്. ടെർബോ പിടിച്ചിട്ടില്ല. എന്നിട്ട് ഒരു പവർ തോന്നുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇനി ടെർബോ ഒക്കെ ശരിയായി കഴിയുമ്പോൾ നല്ല സെറ്റപ്പ് ആവും. പിന്നെ AC നല്ല തണുപ്പാണ്. പിന്നെ അതേപോലെ എനിക്ക് ഇതിന്റെ മെയിൻ ആയിട്ട് ഇതിന്റെ ഇരിപ്പ് സുഖം കേട്ടോ. വേറെ ഒന്നുമല്ല.
ഇതിന്റെ ഈ ട്രിപ്പ് എന്ന് പറഞ്ഞ ഒരു 1.5 ഇരിപ്പാ. നിന്റെ കാര്യമാണ് ബേക്കിത്തെ 2 ടയറും കൂടെ മാറ്റുമ്പോൾ ഏകദേശം വണ്ടി പുലികൂട്ടനാവും. ടയർ മൊത്തം മാറ്റണം, നമുക്ക് ആ വീലും സംഭവങ്ങളൊക്കെ മാറ്റണം. കാരണം അത്ര വലിയ ഈ വീല് മൈലേജ് ഒന്നും കിട്ടത്തില്ല കേട്ടോ. പിന്നെ അത് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ അത് മാറ്റി നോർമൽ സാധനം ഉണ്ട് കേട്ടോ. അപ്പൊ അതിന് വേണ്ടി ടയർ വാങ്ങിക്കണം. അടുത്ത കുറച്ച് പരിപാടിയുണ്ട്. ഞങ്ങൾ ഈ കാണുന്ന വഴി കൂടി കേട്ടോ നേരെ ഫ്രണ്ടിലേക്ക് വേണ്ടി ഇരിപ്പെന്ന് വെച്ചാൽ ഫ്രണ്ട് എന്ന് വെച്ചാൽ നമുക്ക് കാര്യം ഉണ്ടാവും ഇങ്ങനെ നീട്ട് ഉഷാറായിട്ട്. ഇത് ഫുൾ ഓപ്ഷൻ. ഇതൊക്കെ വേറെ എന്തോ ഓപ്ഷൻ ഉണ്ടോ? ഇവിടെ പിന്നെ ലൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്, ഫോറസ്റ്റ് ആണ്, ബേക്കിൽ മറ്റേ വെള്ളം വരും, വൈപ്പ് ചെയ്യും, AC-യുടെ കൺട്രോള്, ഇത് AC-യുടെ. പിന്നെ ഇതിന്റെ അകത്ത് സോഡിയുടെ സിസ്റ്റം വരുന്നുണ്ട്, അതിന്റെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ. അങ്ങനെ അത്യാവശ്യം എല്ലാ സംവിധാനവും ഉണ്ട്. ഇവിടെ വേറെ ഒരു കാര്യമുണ്ട്. ഇവിടെ അന്ന് ഇതിന്റെ അകത്ത് ഇങ്ങനത്തെ ഓപ്ഷന്റെ അകത്ത് ബേക്ക് പൈപ്പർ വരെ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. ഞങ്ങൾ ഈ വണ്ടി മേടിച്ചേക്കുന്നത് 1,30,000 രൂപ കേട്ടോ. 1,30,000 ഞങ്ങൾ മേടിച്ചത്. 1,25 കൊണ്ടുവരാനുള്ള ചെലവ് 1,30,000 രൂപ പുള്ളി പറഞ്ഞു. 1,25 കച്ചവടം ഉറപ്പിച്ചു. 5,000 രൂപ വരാനുള്ള ചെലവ് അവരുടെ ഡീസലും. പിന്നെ അവരങ്ങ് 400 കിലോമീറ്റർ ഓടിയാണ് പൊൻകുന്നത്തു നിന്നാണ് വന്നത്. പിന്നെ ഇതിന്റെ RC ചേഞ്ചിങ് അങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതില്. പിന്നെ അത് പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ പല വണ്ടി നോക്കി, പലതിനും പല റേറ്റാണ് പറഞ്ഞത്. പിന്നെ ഫുൾ ഓപ്ഷൻ ഒക്കെ 2.25, 2.45, 3.80 ഒക്കെ പറഞ്ഞ വണ്ടി ഉണ്ട് സഫാരി. അപ്പൊ ഒക്കെ പണിത് വൃത്തിയാക്കി വണ്ടി. ഈ വണ്ടിയുടെ മെയിൻ പ്രശ്നം ഇതാട്ടോ, ഡസ്റ്റ് അല്ല ഇത് ഡസ്റ്റ്. അതായത് മറ്റേ ഇത് മലയാളത്തിൽ പറയും. അതായത് അതാണ് മെയിൻ പ്രശ്നം. അപ്പൊ അതൊക്കെ നോക്കിയൊക്കെ എടുക്കണം. ഇത് അവരവിടുന്ന് കൊണ്ടുവന്നു. ഞാൻ ആദ്യം തന്നെ അഡ്വാൻസ് ഒക്കെ ഇട്ട് കൊടുത്തു. അപ്പൊ അവരവിടുന്ന് വണ്ടി ഓടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് വണ്ടി തന്നു. അവര് പോയി. അപ്പൊ ചെറിയ ചെറിയ പണിയുണ്ട്, അതെന്തായാലും എടുത്തേ പറ്റുള്ളൂ. പിന്നെ ഈ സഫാരി എടുത്തു കഴിഞ്ഞാൽ പണി ഉണ്ടാവും, അത് നമ്മൾ പണിയണം. അതാണ് ഈ പല സ്ഥലത്ത് നമ്മൾ വില പറയാൻ നേരത്തെ ആർക്കും വില വെക്കാത്ത. കാരണം എല്ലാവരും എടുത്തിട്ട് ഇത് പണിതിട്ടുണ്ടാവും. പിന്നെ ഈ സ്കോർപിയോ പോലെ അല്ല കേട്ടോ സഫാരി. സഫാരി ഉള്ള വണ്ടികളിലെ മുക്കാഭാഗം ഹൈ മെയിൻറ്റൻഡ് ആയിരിക്കും കേട്ടോ. അതായത് നല്ല മെയിൻറ്റെയിൻ ചെയ്ത് നല്ല സൂപ്പർ ആക്കി വെച്ച വണ്ടികളായിരിക്കും. സൂപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കി വെച്ച വണ്ടികളായിരിക്കും. അതിബുദ്ധിമാന്റെ അടുത്ത് ഉണ്ടാവും. അതായത് എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഫാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സെറ്റപ്പ് ആയിരിക്കും. ഈ ചില ഇത് ഈ സ്കോർപിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്ര പെടുന്നാലും അത് ഇങ്ങനെ ഇതായി കിടക്കട്ടോ. ഇത് ആൾക്കാർ ഇറക്കി പോണത് സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അതൊക്കെയാണ് ഞാൻ ഇത് മേടിക്കാനുള്ള കാരണം. നമ്മുടെ സ്കോർപിയോ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയാ, ഒരു 7 സീറ്റ് വണ്ടി, അത്യാവശ്യം ലോക്കൽ ഓടാൻ വേണ്ടി ഒരു വണ്ടി വേണമെന്നുണ്ടായിരുന്നു. പിന്നെ AC. പിന്നെ നമ്മൾ പറയായിരിക്കും നിങ്ങൾ ദൂർത്താണ് അതാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ഞങ്ങൾ ചെറിയ ചെറിയ പൈസയുടെ വണ്ടി എടുക്കുക. ഓവർ ദൂർത്തൊന്നുമില്ല. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വണ്ടികളാണ് നമ്മൾ കരസ്ഥമാക്കുക. അല്ല ഞങ്ങൾ ഓവർ പ്രൈസ് ആയ ഒരു വണ്ടി ഞങ്ങൾ മേടിച്ചിട്ടില്ല. പരിപാടിക്ക് നിൽക്കൂല. അതാണ് ഞങ്ങൾക്കിപ്പം വേണം ഏത് സെറ്റപ്പുള്ള വണ്ടിയും മേടിക്കാം. പക്ഷെ ഞങ്ങൾ ലോൺ എടുത്തിട്ടുള്ള പരിപാടി നിൽക്കൂല കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഇപ്പം തന്നെ പിന്നെ ഒരു ലോൺ അന്ന് എമർജൻസി ആയിപ്പോയി. കാരണം അന്ന് നമ്മുടെ വണ്ടി പിടിക്കപ്പെട്ടു, ഞങ്ങളുടെ അടുത്ത് പൈസ ഇല്ലാതായി. അപ്പൊ ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ല. ഇപ്പൊ ഞങ്ങൾക്ക് ബസ് മേടിക്കേണ്ടി വന്നു. അപ്പൊ അതിനാ ലോൺ എടുത്താൽ ഇതുവരെ തീർന്നില്ല, അതൊന്ന് തീർക്കണം. നോക്കൂ, ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തി. അമ്മേനെ ഞങ്ങൾ വണ്ടി കാണിക്കുമ്പോൾ നല്ല അഭിപ്രായം കിട്ടും കേട്ടോ. നീ വരുന്നുണ്ടോ ഈ അഭിപ്രായത്തിന്? നിന്റെ പേരിലല്ലോ, ലിവിന്റെ പേരില. ഇക്കളും മമ്മി അഭിരാമിയും കൂടെ വണ്ടി പാടി ചൂലൊക്കെ അവിടെ ഇടറി. ഓടിച്ചാ വന്നേ ഇവരെ കിട്ടി കിട്ടിക്കഴിഞ്ഞ പിന്നെ ഓടില്ല. അതിന്റെ ചക്ര ഏകദേശം പോക്കായിരിക്കും. വരുന്നുണ്ടോ അമ്മയോട് എന്നാ പറഞ്ഞേ? കമ്മിങ്. വണ്ടിയുടെ മോള് മതിയെ ഉള്ളിലെന്താ നോക്കുന്നു. വണ്ടി മേടിക്കുന്നില്ല എന്നാ പറഞ്ഞ. വണ്ടി മേടിക്കാൻ മനസ്സിലാക്കി നോക്കൂ, ഇതാണ് നമ്മുടെ വണ്ടി. മൈക്കിൾ നമ്മുടെ അടുത്ത വണ്ടി കണ്ടോടാ. വാട്ട് ഈസ് ദിസ്? അമ്മ നമ്മളെ ശരിക്കും ട്രോള് കേട്ടോ. അമ്മേ ഇത് കണ്ടോ, ഞെക്കിയാ തുറക്കും. ഞെക്കിയാ തുറക്കും. കേറ്. അവോ കം. ഗൈസ് നോക്കൂ, ബാ കേറ്. ആര് മമ്മിയാ? ഗൈസ് നോക്കൂ, അതെ വണ്ടി പോട്ടെ. അതായതുണ്ടല്ലോ, പിന്നെ വണ്ടി മേടിച്ചിട്ട് ഞങ്ങള് വരുന്നോ ഒരു ട്രിപ്പിന് ഞങ്ങൾ കൊടുത്തി. ബാ കമാൻ, വണ്ടിക്ക് അത് കയറ്റാം. ബാ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഒന്ന് കറങ്ങിയിട്ട് വരാം. എന്റെ കൊച്ചാ എടി നോക്കണേ, ഗീർ കട്ടില്ലാന്ന് ഇട്ടാക്കല്ലേ, വണ്ടി തെങ്ങും പുറത്ത് കിടക്കും. നോട്ട് പെർഫെക്റ്റ്. ആരാ? വാ കാർച്ചയൊക്കെ തുടങ്ങി. വാ മൈക്കിൾ കയറ്. എല്ലാ സാധനവും ഉണ്ട്.
ബാ കേറ് ഇവിടെ വരെ പോയിട്ട് വരാം. ഗൈസ് നോക്കൂ, ഞാൻ കറക്റ്റ് വണ്ടി ഓണാക്കി. ഇവിടെ കറക്റ്റ് കാണട്ടെ എത്ര വണ്ടി ഓടി എന്നുള്ളത്. 1,11,700 സംതിങ്. 10,000 ഇതിന്റെ ഇതാട്ടോ ഓയിൽ ചേഞ്ചിങ്. വണ്ടികളുണ്ട്. ആ വണ്ടി ഞാനിപ്പോ സ്റ്റാർട്ട് ആക്കിട്ടോ. ഇഷ്ടം പോലെ എന്റെ മൈക്കിളിനെ വന്നാടാ, മൈക്കിൾ കുട്ടീനെ. ഗൈസ് നോക്കൂ, മൈക്കിൾ കുട്ടി ഇതെന്നാ മൈക്കിൾ കുട്ടി എല്ലാം ഞാൻ കൂപ്പം പിടിച്ചു നോക്കി. എന്നാ കാണിച്ചേ എന്നാ ഇതെന്നാ നോക്കൂ. അതായത് ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ബെൻസൊക്കെ റെഡിയായി കിട്ടുന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചേ. പക്ഷെ ഞങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ അവിടെ നടന്നില്ല കേട്ടോ. അല്ലേ നമ്മള് കാണുന്നില്ലേ ശരിക്കും? ഞങ്ങൾ ഒരു ചെറിയ റൈഡ് പോയിട്ട് വരാം. You first must seat belt. I also. Okay. നോക്കൂ, ഞങ്ങൾ വണ്ടി എടുത്തു നേരെ താഴോട്ടാട്ടെ പോണേ. മമ്മി എങ്ങനെയുണ്ടമ്മേ? ഇരിക്കാനൊക്കെ നീ മര്യാദക്ക് ഇരിക്കാ മമ്മി? ബെൻസേ കയറിയാലോ ഇത കയറിട്ടോ ആണോ? ഗൈസ് നോക്കൂ, അതായത് ഞങ്ങൾ വിചാരിച്ചൊരു 7 പേർക്ക് സഞ്ചരിക്കുന്ന ഒരു വണ്ടി, ചെറിയ പൈസയുടെ ഒരു വണ്ടി. ഇനിയുള്ളത് സൈലോയാണ്. സൈലോനെക്കാളും നിശ്ചയം കൂടെ നോക്കുകയാണെങ്കിൽ നല്ല ഈ വണ്ടിയാണ്. സൈലോയും സ്കോർപ്പിയോയും പറഞ്ഞ പോലെ ഈ ലെവലിൽ കിട്ടാവുന്ന ഒരു വണ്ടി അത് മാത്രമേ ഉള്ളൂ. സത്യം കേട്ടോ. എന്റെ അമ്മ ഇവിടെ കല്ലിറക്കിടാ. കല്ലിറക്കി അതുകൊണ്ട് വണ്ടി എടുക്കുമ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഈ കാണുന്ന കലുങ്ക് പണിയായിരുന്നേ. ഇവിടെ ഒരു വണ്ടി കഷ്ടിയേ പോകത്തുള്ളൂ കേട്ടോ. എന്തിനാ നേരെ ഈ കാണുന്ന ഈ റോഡ് പണിയായിരുന്നു. ഇത് കാരണമാണ് കുറച്ച് ദിവസമായിട്ട് റോഡ് അടച്ചിട്ടായിരുന്നു കേട്ടോ. ഇങ്ങോട്ട് പോകണം. ഇങ്ങോട്ട് പോലെ ഇങ്ങോട്ട് എന്തിനാ വണ്ടിക്ക് ഒരു ടർബോയുടെ ഒരു പ്രശ്നം കൂടെ തീർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ടർബോയുടെ പ്രശ്നമാണ് ഇത്. ചെറിയ എന്താ പ്രശ്നമുള്ളൂ. ടർബോയുടെ പ്രശ്നമാണ്. എന്റെ മൈക്കിളിനെ ഇഷ്ടപ്പെട്ടോ? മൈക്കിളിനെ ഇഷ്ടപ്പെട്ടു. ഹാപ്പി. മൈക്കിൾ ഹാപ്പിയാണോ? ഏഷ്യ ഇട്ടുതന്നെ മൈക്കിളിനെ കിട്ടുന്നുണ്ട്. മൈക്കിൾ ഭയങ്കര സന്തോഷം. തലയിലൊക്കെ ഇഷ്ടപ്പെട്ടു. മമ്മിക്ക് ഇഷ്ടപ്പെട്ടോ അമ്മേ? ഇരിപ്പ് സുഖം ഉണ്ടോ? ഛർദിക്കാൻ വരലുണ്ടോ? ഫ്രണ്ട് ഇരിക്കുന്ന കാലം നടുക്ക് സീറ്റ് അവനെ നല്ല കംഫർട്ടാ. ഇതെങ്ങനെ അപ്പം കണ്ടു കഴിഞ്ഞാൽ അപ്പം എന്നെ തീറിയായിരിക്കും കേട്ടോ. അല്ലേ ഡിവിനെ? ഒരു വണ്ടി മേടിച്ച് പുള്ളി ഇവിടെ ഗൈസ് നോക്കൂ. അതായത് സ്കോർപ്പിയോ എടുത്ത് പുള്ളിക്ക് ഭയങ്കര വിഷമായിരുന്നു. അതിനുശേഷം എന്നോട് കുറെ അല്ലേ അതിനുശേഷം എന്നോട് പറഞ്ഞു ഒരു 7 സീറ്റർ മേടിക്കുന്നൊക്കെ പറഞ്ഞു. പുതിയ വണ്ടി വാങ്ങാൻ. ഒന്നാമത്തെ കാര്യം ഞങ്ങൾ പുതിയ വണ്ടി എടുക്കാൻ നമ്മൾ ഓൾറെഡി ഇവിടെ ഇല്ല. പിന്നെ നമ്മൾ ഇവിടെ ഇട്ടിട്ട് പോകുമ്പോ ഈ വണ്ടി അല്ല എലി കയറി. ഇനി ഒരു വണ്ടി കൊണ്ട് ബേക്ക് വെക്കുന്നുണ്ട്. അതല്ലെന്നേ, കാരണം ഞങ്ങളിപ്പം പിന്നെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ബേക്ക് എന്തേ സന്തോഷം ചിരി അതാ വണ്ടിയുടെ ഞങ്ങളുടെ വീടിന്റെ ബേക്ക് വണ്ടി ഇടാൻ പറ്റില്ല, കാരണം അവിടെ എലി കയറും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു പിന്നെ നോക്കൂ, അതായത് ഇനിയിപ്പോ മുന്നിലിടാം. അതാണ് ഏറ്റവും നല്ലത്. നിന്റെ അഭിപ്രായം? എന്റെ അഭിപ്രായത്തിൽ ഇനി ഒരു വണ്ടിയും ബേക്കോട്ട് കയറ്റണ്ട. ബേക്കോട്ട് എലിയാ. നമ്മുടെ അടുത്ത് ഇപ്പൊ ഉള്ള AC ഉള്ള ആകെ വണ്ടി ഇത് മാത്രമേ ഉള്ളൂ. അതാവും കൈ അടിക്കുന്നത് അല്ലേ? മമ്മി എന്നോട് പറഞ്ഞ പുതിയ വഴി കിടക്കാനുള്ള വണ്ടിയായിരുന്നു കൊച്ചിനോട് മമ്മി പറയണ അല്ലേ? അതെ, ഇത് കണ്ടോ, ഈ കാണുന്നത് ഇപ്പൊ പുതിയതായിട്ട് വരുന്ന റോഡാണ്. മലയോര ഹൈവേ ആണ് കേട്ടോ. നല്ല സെറ്റപ്പ് റോഡാട്ടോ. നേരത്തെ വെച്ച് ഇത്ര സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു ഇച്ചിരി പഴയ റോഡായിരുന്നു. ഇവിടെ ഇപ്പൊ കുറച്ച് ലൈനൊക്കെ ആയിട്ട് സെറ്റപ്പ് ആയി അല്ലടാ. ഇപ്പൊ നമ്മള് എവിടെ എത്തി? KCBയുടെ ലൈനും ഉണ്ട്, റോഡിന് ലൈനും ഉണ്ട്. നീ ഏതാണ് ഉദ്ദേശിച്ചത്? ഞാൻ ഈ വെള്ള ലൈനാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയല്ല നീ ഉദ്ദേശിച്ചത്? നമ്മളിപ്പോ ചരല ടൗണിൽ എത്താറായിട്ട് ഇവിടെ നീ പോകുന്നതാണ് ചരല. എല്ലാവർക്കും വണ്ടി ഇഷ്ടപ്പെട്ടോ? നോക്കൂ അതിനാ ചെറുക്കൻ എന്നെ പറയുന്നേ. ഇതാണ് ചരൽ കേട്ടോ. കാണുന്ന ചരൽ. മെഴുതിരി വാങ്ങുന്നുണ്ടെ വാങ്ങുവനെ. അല്ല അങ്ങാടിന്ന് വാങ്ങിയാ മതിയാ? അങ്ങാടിന്ന് വാങ്ങിയാ മതിയാ? മേടിക്കാടാ നല്ലേ. അതാ നല്ലത്. ഇതില് ഇനി നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തെ വഴിയിലെത്തും. അല്ല ഇത് നേരെ എങ്ങോട്ടും അത് തന്നെ. കഴിഞ്ഞ ദിവസം നമുക്ക് അബദ്ധം പറ്റിയ കറങ്ങി അടിച്ച് ഈ വഴി ഒഴിവാക്കാൻ വേണ്ടി വീണ്ടും വന്നപ്പോൾ ആ വഴിക്കല്ലേ ചെറുക്കൻ എന്നാടി പറയുന്നേ? സംസാരിക്കാൻ വന്നു, കുറച്ച് സമയം തരൂ.
ചെറുക്കിന് ഭയങ്കര സന്തോഷം കേട്ടോ. ഇത്ര നീറ്റായ ഒരു വണ്ടി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോടാ. പിന്നെ വണ്ടിയുടെ ബോഡിയും ഇത് നോക്കുന്ന നേരത്ത് കാണുമ്പോ നല്ല വണ്ടിയാണ്. ഇപ്പൊ 2 ദിവസം കഴിയുമ്പോൾ നമുക്കറിയാം ഇത് എന്തൊക്കെയാണ് പ്രശ്നം, എന്താ പ്രശ്നം എന്നുള്ളത്. ഇരിക്കാൻ വേറെ വകുപ്പൊന്നുമില്ല, അതുകൊണ്ട് ഇവരോട് കയറിക്കോളാം. നമ്മള് ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്നത് പകുതിട്ടാണ് എന്നെ ഞങ്ങൾ അടിച്ചിട്ട് വന്നാക്കിട്ടാ. അല്ലേ? പിന്നെ നമ്മുടെ ബെൻസ് ബെൻസ് ഉണ്ടാവും, ഇതുണ്ടാവും, ബസ് ഉണ്ടാവും, ട്രാവലർ ഉണ്ടാവും, ആകെ ഓമിനി മാത്രമല്ല ചെറിയ ഉണ്ടാവും, ബാക്കിയൊക്കെ വലിയ ഉണ്ടാവാം. നല്ല വണ്ടിയല്ല. ട്രിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വണ്ടി പണിതിട്ട് നമ്മള് ലോകം മൊത്തം പോണം, തകർത്തു. അതൊന്ന് ആലോചിക്കേണ്ട ഒരു കേസാണ്. ഒരു റിസ്കി ഫാക്ടറി ഉണ്ട്. കാരണം അല്ലേ, പുതിയ സഫാരി ഒന്നും എടുത്തു പോകുന്നതിൽ ഒരു ത്രില്ലില്ല കേട്ടോ. അമ്മ ഇതറിയാവോ ഈ വഴിയാണ് നേരെ പോയിട്ട് മറ്റേ പുഴ കടന്ന് കിളിയന്ത്രയ്ക്ക് കയറുന്നത്. കച്ചേരിക്കടല്ലേ കിളിയന്ത്രയില്ലേ, അൽഫോൻസാന്റെ ഒക്കെ റോഡിൽ കയറും. ആ റോഡാണ്. ഓ ഗായ്സ്, എല്ലാരും വീഡിയോയുടെ അടി കമന്റ് അടിക്കണം കേട്ടോ. ഇതും കൊണ്ട് നമുക്ക് യൂറോപ്പ് പോണോ? അല്ലേ? അത് ശരിയാട്ടോ. അല്ലേ? അതിനാ അതാണ് മമ്മിയുടെ ആവശ്യം. അതാണ് മമ്മിയുടെ ആവശ്യം. അതായത് മമ്മിയാ ശരിക്കും ഏതാമേ ബസ് പിന്നെ അത് അങ്ങനെയല്ല. അപ്പൊ നമുക്ക് എവിടെയാണെങ്കിലും കിടന്നിറങ്ങാം. മറ്റേ റൂമിൽ തപ്പി നടക്കണം. എന്നാടാ വെച്ചേ എന്നടി പറയുന്നത്? ആണോ? വണ്ടി ഓടിക്കാൻ നല്ല രസമാട്ടോ. എന്തൊരു രസം. ഇരിപ്പിൻ പൊസിഷൻ ആട്ടോ മെയിനേക്ക്. നല്ല ബോണറ്റ് കണ്ട് സംസാരിക്കാം കേട്ടോ. മൈക്കിൾ എന്നാണ് അവിടെ പറയുന്നത്? ശ്രദ്ധിച്ചോ, നമുക്ക് രാജാവിനെ പോലെ പൊക്കത്തി ഇരുന്നിട്ട് അടിയിട്ട് എല്ലാം കാണാൻ പറ്റും. ഈ വണ്ടിയല്ലേ? ഈ വണ്ടിയുടെ പ്രത്യേകത അല്ലേ? ഈ കാണുന്ന ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വേറൊരു വഴിയുണ്ട്. ഞങ്ങൾക്ക് ഒരു ഭാഗ്യമുണ്ട്, 5 വഴി കൂടെ നമുക്ക് വീടിന്റെ പുറത്തിറങ്ങാം അല്ലേ? അപ്പം പിന്നെ ഞങ്ങള് ഈ വണ്ടികൾ കാരണം വെച്ചാൽ ഇതൊന്നും ഉള്ളവരൊക്കെ അത്യാവശ്യം പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടികളുണ്ടാവും. ഈ സഫാരി ഇത് കിട്ടിയവരൊക്കെ നന്നായിട്ട് പണിത് അങ്ങനെയൊക്കെ ഉപയോഗിക്കും കേട്ടോ. പിന്നെ സ്കോർപിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് ചിലതൊന്നും പണിതുണ്ടാവില്ല, ചിലത് പണിത് ഫിനിഷിംഗ് ഉണ്ടാവും. ഓരോ ടൈപ്പാണ് ഇത് ഓൾമോസ്റ്റ്. പിന്നെ വേറൊരു കേസ് കൂടെ ഉണ്ട്. ഇത് എടുത്തവര് നന്നായിട്ട് ഈ വണ്ടി പണിതിട്ടുണ്ടാവും, കാരണം ഉപയോഗിക്കാൻ വേണ്ടി. പിന്നെ ഇനി ചെറിയ പണികളൊക്കെ വരുമ്പോൾ അവരൊക്കെ അത്യാവശ്യം മനസ്സ് മടുക്കും. അപ്പൊ ആ സമയത്ത് ഇത് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഈ വണ്ടി കമ്പനി കറക്റ്റ് സർവീസ് ചെയ്യാറുന്നില്ല. ഇതിന് ഇന്ത്യൻ റോഡ് ഭരിച്ചാനാണ്. ഇന്ത്യയിൽ ഇറങ്ങുന്നതിൽ ഏറ്റവും ചീപ്പായിട്ടുള്ള ബുള്ളറ്റ് പ്രൂഫ് കാറ് 80 ലക്ഷം രൂപയ്ക്ക് അല്ലേ? 80 ലക്ഷം രൂപയ്ക്ക് ടാറ്റ സഫാരിയാണ് പണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, ഇതിന്റെ അകത്ത് ഇന്നോവയിന്റെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ അകത്താണ് യാത്രയെ സുഖം. ഞങ്ങൾ നേരെ ഈ വഴി കൂടി പോകട്ടോ. മൈക്കിളിന്റെ ഭാഗത്തിൽ ഇറങ്ങി പോയിട്ടോ. അവൻ എന്തൊക്കെയാ കളിക്കും കേട്ടോ. അവന് ഭയങ്കര സന്തോഷമായിരുന്നു. AC വന്നല്ലോ, AC വന്നപ്പോ സന്തോഷമായി. ഇത്രയും ദിവസം നമ്മൾ ചൂടിലല്ല അവൻ നിന്നത്. ഭയങ്കര സന്തോഷം. ഇഷ്ടപ്പെട്ടോ മോന്? ചക്കയൊക്കെ ഇഷ്ടപ്പെട്ടോടാ? മൈക്കിളോട് കുസ്തി കേട്ടോ. അതിന്റെ അകത്ത് നമ്മുടെ ബസ്സിലൊന്നും വലിയ സെറ്റപ്പ് ഒന്നും രാത്രി കിടക്കണമല്ലേ, കൊച്ചിന് ഒരു ഇച്ചിരി ഇതുണ്ടാവുള്ളൂ. അതിനുശേഷം ആദ്യമായിട്ട് ചെറുക്കൻ നല്ല വണ്ടി. അതാണ് അവൻ നല്ല വണ്ടി കയറിയപ്പോൾ അവിടെ കാണിക്കുന്ന സീറ്റ് ബെൽറ്റ് കൂലി എടുക്കുക. സീറ്റ് ബെൽറ്റും കാര്യങ്ങളും കൂലി എടുക്കുക. കൈസ് നോക്കൂ, ഞങ്ങൾ എന്തായാലും നേരെ വീട്ടിലേക്ക് പോകാം. വണ്ടി വലിയ സന്തോഷത്തിൽ എല്ലാവർക്കും ഐസ്ക്രീം. പോവാ ലിവിന്റെ പോവാ. തുറക്കണോ? അയ്യോ അതെ, അച്ഛൻ്റെ അടുത്ത് പോവാ. ഏതാ സാധനം നോക്കിയാ പോയി. പോവാണോ? അമ്പോ ഐസ്ക്രീമും ചോക്ലേറ്റ് ഒക്കെ മേടിക്കാനായിട്ട് പോവാ കേട്ടോ. ഐസ്ക്രീമും ചോക്ലേറ്റ് മേടിക്കാനായിട്ട് പോകുന്ന. ഗൈസ് നോക്കി, ഇനിയിപ്പോ നേരെ വണ്ടി വീട്ടിൽ വെക്കണം, ബാക്കി പരിപാടി ചെയ്യണം. പിന്നെ അടുത്ത ദിവസം കൊൽക്കത്തയ്ക്ക് പോകണം. അതായത് നമ്മുടെ TT നെപ്പോളിന്റെ കേസ് കെട്ടിന്. അപ്പൊ അതിനൊക്കെ ആയിട്ട് ഇനി തിരക്കാട്ടോ. ഇനിയിപ്പോ യാത്ര അതുപോലെ പരിപാടികളാണ്. ഇനിയിപ്പം നമ്മള് കൊൽക്കത്ത പോകാനുള്ള പ്ലാനിങ്, അതുപോലെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ആട്ടോ. വണ്ടി മേടിച്ച സന്തോഷത്തിന് മമ്മി പറഞ്ഞു വണ്ടി മേടിച്ച സന്തോഷത്തിന് ഞാൻ കുറച്ച് പാത്രം മേടിച്ചോട്ടെ എന്ന്. നിപ്പി പെട്ടു 2500. 2500 സാധനം. ഈ കാണുന്ന അലുമിനിയം ചെരുവ് ഇതെല്ലാം കൂടെ അമ്മ എന്റെ സന്തോഷത്തിന് മേടിച്ചതെന്ന്. അമ്മ ചൂല വേണ്ടെന്ന് വെച്ചാൽ മേടിക്കും. ചൂല എന്ന് വെച്ചാൽ മേടിക്കമ്മേ. പാത്രം മേടിച്ച് ബില്ല് കേട്ടിട്ടില്ല. ഇവൻ നിൽക്കുന്ന നിപ്പ് നോക്കി. ഇവന് അവിടെ തന്നെ നിൽക്കും കേട്ടോ, അടിച്ചു വരിയും പിടിച്ച്. പാത്രം മേടിച്ച് ബില്ല് കേട്ടില്ല. ഇവൻ തലയിറങ്ങി വീണെന്ന് തോന്നുന്നു. അന്ന് വെച്ച് മോനെ ഞാൻ പാത്രം മേടിച്ചോട്ടെ, അമ്മ ലിവിനെ പെടുത്തി കളഞ്ഞു കേട്ടോ. ലിവിനെ അമ്മ പാത്രം കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുവാ.
പാടല്ലേ ഗൈസ് നോക്കൂ മമ്മി ഭയങ്കര കേസായിട്ടാണല്ലോ. ആ പാത്രം ഇട്ടിട്ടില്ല. മൈക്കിള് ചോക്ലേറ്റ് തിന്നുവാണോ? ഐസ്ക്രീമാ? അയ്യോ സന്തോഷം നോക്കിയേ ഗൈസ്. സാധാരണ എല്ലാവരും പാത്രം മേടിച്ച ബേക്കിക്ക് അതും കെട്ടിപ്പിടിച്ചോണ്ട് വരുവാണോ? വായോ മെഴുകുതിരി 2 മതിയോ അതെങ്ങാനും റസാഖ് ചെയ്യണ പോലെ പാക്ക് കൊടുക്കാലോ. അല്ലേ? ആ ശരിയാട്ടോ. റസാക്ക് കൊച്ചിന് കളിപ്പാട്ടം മേടിച്ചിട്ട് എല്ലാം മേടിച്ച് വണ്ടി വെക്കും. എന്ത് ബാക്കി കൂടെ കടയിൽ കൊണ്ട് കൊടുക്കട്ടോ. കഞ്ഞി വെക്കാനേ ആ കഥയില്ല. ആ അതെ കൊച്ചിന് വേണമെന്ന് സ്റ്റീല്. ചക്ക പുഴുങ്ങാൻ, കപ്പ പുഴുങ്ങാൻ, ഓ ആയിക്കോട്ടെ അമ്മേ. സാധനത്തിന് വെള്ളം അനക്കാം. ഓക്കെ പോവാടാ. അമ്മ പോവാണേ വീട്ടിലേക്ക് പോട്ടോ. അപ്പൊ ഗൈസ് നോക്കൂ ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തി. നമ്മുടെ ചെറുക്കനെ നിർത്തി. ഞങ്ങൾ അങ്ങനെ അടുത്ത ദിവസം കൊൽക്കത്തയ്ക്ക് പോകും നമ്മുടെ TT നെപ്പോളിനെ ഇറക്കാൻ വേണ്ടി. അപ്പൊ നമ്മുടെ അടുത്ത വെഹിക്കിളും കൂടി ഞങ്ങൾ എടുത്തോണ്ട് വരുവാണ് അല്ലേ? അപ്പൊ ഗൈസ് നോക്കൂ അങ്ങനെ നമ്മൾ അടുത്ത ട്രിപ്പ് ഉടനെ തന്നെ പ്ലാൻ ചെയ്യും. മൈക്കിളൂട്ടി ഇതെന്നെ ദേഹം നിറച്ചു ഫുള്ള് ചോക്ലേറ്റ്. ഗൈസ് നോക്കൂ ദേഹം മൊത്തം ഫുള്ള് ചോക്ലേറ്റ് കേട്ടോ. അമ്മയുടെ ഫോട്ടോ അല്ലേ വീഡിയോ എടുത്തോണ്ടിരിക്കുക ഫോട്ടോ പോലെ. ഗൈസ്